കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കുറച്ചു മണിക്കൂറുകൾ വൈകിയതോടെ ആഘോഷത്തിമിർപ്പിൽ ആറാടുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും സൈബർ സഖാക്കളും. പക്ഷേ ഇന്ന് ഒന്നും മിണ്ടുന്നില്ല. കാരണം UDF 140-ൽ 140 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ LDFിൻ്റെ 4-5 സ്ഥാനാർത്ഥികൾ ഇനിയും ആയിട്ടില്ല. അതോടെ LDFിൻ്റെ ആപ്പീസ് പൂട്ടിയെന്ന് മാധ്യമങ്ങൾ തന്നെ പറയുകയും ചെയ്തു. എങ്കിലും കളിച്ച കളികൾ മാധ്യമധർമ്മത്തിന് തന്നെ നാണക്കേടായി മാറിയിട്ടുണ്ട് ഇന്നലത്തേത്. അതായത് UDF സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ നൽകി സ്വയം നാണം കെട്ട മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്പോർട്ടർ തന്നെയാണ്. CPM നിയന്ത്രണത്തിലുള്ള കൈരളിയെയും BJP നിയന്ത്രണത്തിലുള്ള ജനം TVയേക്കാളുമൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് റിപ്പോർട്ടർ TV കോൺഗ്രസിനെതിരെ വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നത്. സുധാകരൻ്റെ കാര്യത്തിലായാലും മറ്റു പല സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും കല്ലുവച്ച നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പല തവണ മലക്കം മറിഞ്ഞു മാറേണ്ടി വന്നു അവർക്ക്. വിശ്വാസ്യത കളഞ്ഞുകുളിച്ചാണ് പല ദൃശ്യമാധ്യമങ്ങളും കളന്നിറഞ്ഞത്. എന്നാൽ എല്ലാ ഭാവനാ സൃഷ്ടികളും പൊട്ടിത്തകർന്നപ്പോൾ മുഖം രക്ഷിക്കാൻ തങ്ങളുടെ വ്യാഖ്യാനവുമായി പല റിപ്പോർട്ടർമാർ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നതും നമ്മൾ കണ്ടു. റിപ്പോർട്ടർ TVയുടെ മുതലാളി മരമുറി കേസിലെ കള്ളന്മാരായ അഗസ്റ്റിൻ സഹോദരങ്ങളാണെങ്കിലും ആ ചാനലിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മുൻ മേധാവിയും ഇപ്പോൾ CPMൻ്റെ സോഷ്യൽ മീഡിയ ഹെഡുമായ MV നികേഷ് കുമാർ എന്നാണ് പറയുന്നത്. കാരണം ഒരു ചാനൽ അവരുടെ എല്ലാ മര്യാദകളും എത്തിക്സും മറന്നുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊരു മാമാപ്പണി എടുക്കുന്നത് വലിയ മോശം തന്നെയാണ്. ചില മാധ്യമങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് CPMന് വേണ്ടി നികേഷ് കുമാർ മുഖേന കോടികളുടെ PR കരാറിൽ ഏർപ്പെട്ട ചില ദൃശ്യമാധ്യമങ്ങളാണ് ഇത്തരം വ്യാജ വാർത്തകളുമായി ഇന്നലെ അഴിഞ്ഞാടിയത് എന്നാണ് പറയുന്നത്. പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ മറ്റു ചാനലുകൾക്കും ഇതെല്ലാം ഏറ്റുപിടിക്കേണ്ട ഒരു ഗതികേടിലായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലത്തെ വാർത്ത കേട്ടാൽ അറപ്പ് തോന്നിപ്പോകും ഇവരോട്, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനോട്. മലയാളികളുടെ മുൻപിൽ നാണം കെട്ടി ഇവർ എത്ര വാർത്തകളാണ് ഇന്നലെ നൽകിയത് എന്നോർക്കണം. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് K സുധാകരൻ, അതുപോലെ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ റഹിമാൻ രണ്ടത്താണി, കോൺഗ്രസ് വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസ്, KSU നേതാവായ അലോഷ്യസ് സേവ്യർ തുടങ്ങി എല്ലാ തലങ്ങളിലുമുള്ളവരെയും ഇങ്ങനെ വ്യാജ വാർത്തകൾ കൊണ്ട് ഇവർ ഇന്നലെ മുഴുവൻ വേട്ടയാടി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ സുധാകരൻ്റെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള കള്ള വാർത്തകളാണ് മുഴുവനും പടച്ചുവിട്ടത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം തന്നെ പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയതോടെ പലരും ജാള്യതയിൽ അവിടെ നിന്ന് മുങ്ങിപ്പോയി. തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയ ബിഗ് TVയിലെ മാധ്യമ പ്രവർത്തകനെ ദീപ്തി മേരി വർഗീസ് പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ വൈറലായതും നമ്മൾ കണ്ടു. തനിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ഞാനില്ലേ ഇവിടെ എന്ന് പറഞ്ഞ സുജയ പാർവതിയെയും നമുക്ക് കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് റിപ്പോർട്ടർ TVയിൽ നിന്നും അവർ മാറിയെങ്കിലും സുജയ പാർവതി പഠിച്ചത് മറന്നിട്ടില്ല എന്നുള്ളത് ഇന്നലെ വ്യക്തമായതാണ്. തനിക്കെതിരെയുള്ള വ്യാജ വാർത്തയ്ക്കെതിരെ KSU നേതാവ് അലോഷ്യസ് സേവ്യറിനും പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ കള്ളവാർത്തകളും പൊളിഞ്ഞപ്പോൾ ചാനലുകാർ നാണം കെട്ടതല്ലാതെ കോൺഗ്രസിനൊരു പോറലു പോലും ഇന്നലെ ഏറ്റിട്ടില്ല. CPMൻ്റെ 6ഓളം MLAമാർ ഇപ്പോൾ പാർട്ടി മാറി മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. മാത്രമല്ല CPMനെ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി പിണറായി വിജയൻ പറയുന്ന പേരുകൾ മാത്രം അംഗീകരിക്കുന്നൊരു സംവിധാനമല്ല കോൺഗ്രസിൻ്റേത് എന്ന വസ്തുത മനഃപൂർവ്വം മറന്നാണ് ഇന്നലെ കള്ളവാർത്തകൾ ഉണ്ടാക്കിയത്. ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെയും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും ഉൾപ്പെടെ അംഗീകാരം കിട്ടിയ ശേഷം മാത്രമേ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം. അതിന് കുറച്ച് സമയമെടുക്കും. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാക്കൾക്ക് പല തിരക്കുമുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ കൊണ്ടാണ് പട്ടികയിലെ പ്രഖ്യാപനം വൈകിയത് എന്നിരിക്കെ ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ തങ്ങളെല്ലാം അറിയുന്നവരാണ് എന്ന വിധത്തിലാണ് ദില്ലിയിലെ റിപ്പോർട്ടർമാർ വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിട്ടത്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള UDF വിരുദ്ധ ചാനലുകൾ ഇതനുസരിച്ച് കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ചെയ്തത് CPMൻ്റെ വിപത ഭീഷണിയെയും നേതാക്കളുടെ രാജിയെയും എല്ലാം മറച്ചു വെക്കാനാണെന്നും വ്യക്തമായതോടെ റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ തലയിൽ മുണ്ടിട്ട് ഇന്നലെ പരിപാടി അവസാനിപ്പിച്ചു.